ഇൻഫ്ലമേഷൻ എന്താണ്? ഇൻഫ്ലമേഷൻ എന്ന് പറയപ്പെടുന്ന പദം തന്നെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ എങ്ങനെയാണ് ബോഡിയിൽ ഉണ്ടാവുന്നത് തുടങ്ങിയ പല കാര്യങ്ങളും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുകയാണ്, അതുപോലെ ബോൾ വന്ന് നമ്മുടെ കയ്യിൽ തട്ടുമ്പോൾ ചെറിയൊരു ചതവ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനും ചെറിയൊരു ചതവ് പോലെ ഉണ്ടാവാറുണ്ട്. ഇതിനാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? 3 ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്നാമത്തേത് CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ, അത് ടെസ്റ്റ് ചെയ്യുക. അത് എലിവേറ്റഡ് ആണെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. രണ്ടാമത്തേത് ESR ടെസ്റ്റ് ചെയ്യുക. അത് എലിവേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഒക്കെ ഉണ്ടാവും. മൂന്നാമത്തേത് WBC, വൈറ്റ് ബ്ലഡ് സെൽസ്, അതിന്റെ കൗണ്ട് കൂടുകയാണെങ്കിലും ഇൻഫ്ലമേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ഇത് 3 ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻ എടുക്കുക. അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കുറയുന്നതായിരിക്കും. ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ നീര് വെച്ച പോലെ ഇരിക്കും, തടിച്ച പോലെ ഇരിക്കും. വെയിറ്റ് അങ്ങനെ പെട്ടെന്ന് കുറയത്തുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി.